കാഞ്ഞങ്ങാട് ഹൈവേ പട്രോളിംഗിനിടെ കാറിടിച്ച് കാലുകൾ നഷ്ടപ്പെട്ട പോലീസുകാർക്ക് അടിയന്തര ധനസഹായവും ജോലി ഉറപ്പും പ്രഖ്യാപിച്ച് ആഭ്യന്തര വകുപ്പ്. സിവിൽ പോലീസ് ഓഫീസർമാരായ KM സൂരജ്, അലോഷ്യസ് മാത്യു എന്നിവർക്ക് ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ഇവർ സർവീസിലേക്ക് തിരികെ എത്തുമ്പോൾ ശാരീരികാവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ. കാഞ്ഞങ്ങാട് ദേശീയപാതയിലുണ്ടായ ദാരുണമായ അപകടത്തിൽ കാലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ KM സൂരജിനും അലോഷ്യസ് മാത്യുവിനും ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പിന്തുണ. ഡ്യൂട്ടിക്കിടെ അപകടത്തിൽപ്പെട്ട യുവ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അതീവ ദൗർഭാഗ്യകരമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. ജില്ലാ ഫുട്ബോൾ ടീം അംഗം കൂടിയായ സൂരജിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് അപകടത്തിന്റെ വേദന വർദ്ധിപ്പിക്കുന്നതായും അദ്ദേഹം കുറിച്ചു. ഇരു ഉദ്യോഗസ്ഥരുടെയും അടിയന്തര ചികിത്സാ ആവശ്യങ്ങൾക്കായി പോലീസ് വെൽഫെയർ ബ്യൂറോയിൽ നിന്നും ആദ്യഘട്ടമായി 5 ലക്ഷം രൂപ വീതം അനുവദിക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ ലഭ്യമാക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ ഇവർക്ക് ഉറപ്പാക്കാനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഉദ്യോഗസ്ഥർ നേരിടാൻ പോകുന്ന ജീവിത സാഹചര്യങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. ഇരുവരും ശാരീരിക ബുദ്ധിമുട്ടുകൾ മറികടന്ന് സർവീസിലേക്ക് തിരികെ മടങ്ങിയെത്തുമ്പോൾ അവരുടെ ശാരീരികാവസ്ഥയ്ക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ മാത്രമായിരിക്കും ഏൽപ്പിക്കുകയെന്നും മന്ത്രി വ്യക്തമാക്കി. തളരാതെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുകയാണ് ഇപ്പോൾ ആവശ്യം. എല്ലാ പിന്തുണയുമായി ആഭ്യന്തര വകുപ്പ് കൂടെയുണ്ടാകും. എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുത്ത് ധൈര്യമായി ജോലിയിൽ പ്രവേശിക്കൂ, ഒപ്പമുണ്ട് എന്നാണ് മന്ത്രി രമേശ് ചെന്നിത്തല സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട കാറ് പോലീസുകാരെ ഇടിച്ചു തെറിപ്പിച്ചത്. തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലാണ് സൂരജിന്റെ കാൽമുട്ടിന് താഴെ വെച്ചും അലോഷ്യസിന്റെ കാൽപാദവും മുറിച്ചുമാറ്റേണ്ടി വന്നത്. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്.